JP കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ട് നടപ്പിലാക്കാൻ അധികാരികൾ ഇച്ഛാശക്തി കാട്ടണമെന്നും മാർത്തോമാ സഭ. മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സഭാധ്യക്ഷൻ തിയോഡിയോഷ്യസ് മെത്രാപ്പൊലീത്തയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കമ്മീഷൻ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള ശുപാർശകളും ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. 101 മരാമൺ കൺവെൻഷനാണ് പമ്പയുടെ മണൽപ്പുറത്ത് ഔദ്യോഗികമായി തുടക്കമായത്. ഉദ്ഘാടന വേദിയിൽ മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർ ഇരിക്കെ തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലും രാജ്യത്തെ അസ്ഥിരതയിലും സഭയ്ക്കുള്ള അതൃപ്തി മെത്രാപ്പൊലീത്ത പരസ്യമായി പ്രകടിപ്പിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം മാറിയെങ്കിലും സംഘർഷമുണ്ടാകുന്നത് ആശങ്കയാണെന്നും സഭാ അധ്യക്ഷൻ പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിച്ച JP കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് JP കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത്. JP കോശി കമ്മീഷനിലെ ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിയമഭേദഗതി വേണ്ടിവരുമെന്നും ഏതെല്ലാം ശുപാർശകൾ നടപ്പാക്കി ഏതെല്ലാം നടപ്പാക്കിയില്ല എന്നത് വ്യക്തമാക്കി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. JP കോശി കമ്മീഷന്റെ ശുപാർശകൾ നല്ലൊരു പങ്ക് നടപ്പിലാക്കി. എന്നാൽ ഈ അഭിപ്രായങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വച്ചിരുന്നു. അതിപ്പോൾ 23 മറ്റും മാറ്റിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഇനിയിപ്പോൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്നുള്ള കാര്യവും ഒഫീഷ്യലായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. 131ാമത് മാരാമൺ കൺവെൻഷനാണ് ഇന്നു മുതൽ തുടക്കമായത്. ഈ മാസം 15 വരെയാണ് കൺവെൻഷൻ. മീഡിയ 1 പത്തനംതിട്ട.